വെൽക്കം ടു ബുദ്ധിസ്റ്റീറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പൂക്കാട്ടുപടിക്കടുത്ത് കുഞ്ചാട്ടുകരയിൽ ബസ് റൂട്ടിൽ നിന്ന് വെറും 400 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു മോഡേൺ ബോക്സി എലിവേഷനോട് കൂടി നിർമ്മിച്ചിരിക്കുന്ന ഒരു 3 BHK വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. 3.8 മീറ്റർ ഇന്റേണൽ ടാർ റോഡ് ഫ്രണ്ടേജായിട്ട് വരുന്ന ഈ വീട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ എലിവേഷനോട് മാച്ച് ചെയ്യുന്ന കളർ കോമ്പിനേഷനിലാണ് കോമ്പൗണ്ട് വാൾ ചെയ്തിട്ടുള്ളത്. 5 മീറ്ററാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇൻ്റർലോക്ക് കട്ടകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. 17 അടി നീളവും 10 അടി വീതിയുമുള്ള ഒരു കാർ പാർക്കിംഗ് സൗകര്യമാണ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ലഭിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ മുൻഭാഗത്താണുള്ളത്. കിഴക്ക് സൈഡാണിത്. 6.5 അടിയാണ് ഇവിടുത്തെ വെട്ട് വരുന്നത്. ഇവിടെയായിട്ട് കൊമറ്റ് പോലെ ചെറിയൊരു വാഹനം കൂടി പാർക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെയും ഇൻ്റർലോക്ക് കട്ടകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് കിണർ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ തെക്ക് ഭാഗത്താണുള്ളത്. 3 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. മെറ്റൽ ചിപ്സ് ആണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ പടിഞ്ഞാറ് സൈഡിലാണുള്ളത്. 4.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയും മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലാണ്. 3.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. ഈ ഒരു ഏരിയയാണ് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനായി നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 9 അടിയോളം നീളവും 5 അടി വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് വിൻഡോയും ഡോറും കമ്പൈൻ ചെയ്ത് വുഡ് കൊണ്ട് പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ വടക്ക് ദർശനമായിട്ടാണ് നൽകിയിരിക്കുന്നത്. മരത്തിൽ 2 പാളികളായി ചെയ്തിരിക്കുന്ന ഈ ഒരു മെയിൻ ഡോറിൻ്റെ ഹാൻഡിലും മരത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ലിവിംഗ് റൂമിലേക്ക് വരാം. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. 11.5 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് ഉള്ളത്. ഇത് ഈസ്റ്റാണ്. ഈസ്റ്റിലേക്ക് വലിയൊരു 3 ഡോർ വിൻഡോയും നോർത്തിലേക്ക് ഒരു സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഗ്ലോസി ടൈൽസ് നൽകി സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത ഈ ഒരു ലിവിംഗ് സ്പേസിൻ്റെ എവിടെയായിട്ടാണ് TV യൂണിറ്റ് വന്നിരിക്കുന്നത്. TV യൂണിറ്റിൻ്റെ ഈ ഒരു പോർഷൻ ടെക്സ്ചർ പെയിൻറ് നൽകി മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് ഒരു പാനലിംഗ് വർക്ക് ചെയ്ത് സ്പോട്ട് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. 10.5 അടി നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിൽ ഉള്ളത്. ഡൈനിങ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ റൂം അറേഞ്ച്മെൻ്റ് ഒന്ന് നോക്കാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ വരുന്നത് ഈ ഒരു ലിവിംഗ് സ്പേസിലേക്കാണ്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗം ഇൻവെർട്ടർ വെക്കാനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. അത് കബോർഡ് വർക്കുകൾ ചെയ്ത് മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ വരുന്നത്. ഈ ഒരു വോളും ടെക്സ്ചർ പെയിൻറ് നൽകി മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്.
ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. കിച്ചൻ്റെ ഇവിടെയായിട്ട് ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. 12 അടിയോളം നീളവും 7 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. ഈ ഒരു കൗണ്ടർ കൂടാതെ ഇവിടെയായിട്ട് ഒരു എക്സ്ട്രാ കൗണ്ടറും സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. ഗ്ലോസി ടൈൽസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിൻ്റെ ഡോർ വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13.5 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഇത് സൗത്ത് സൈഡാണ്. സൗത്തിലേക്ക് ഒരു 2 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു വാൾ ടെക്സ്ചർ പെയിൻറ് നൽകി മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് വെസ്റ്റ് സൈഡാണ്. വെസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് വരുന്നത്. കൂടാതെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും ഇതിനോടൊപ്പം ഉണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ്സും ജാഗ്വാറിൻ്റെ ഡൈവേർട്ടറുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെയർ തുടങ്ങുമ്പോൾ തന്നെ ഇവിടെയായിട്ട് ഒരു 2 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വുഡും MS-ഉം ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ലാൻഡിങ്ങിനോട് ചേർന്ന വാൾ പർഗോളുകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വരുന്നത് ചെറിയൊരു ലിവിങ് സ്പേസിലേക്കാണ്. ഈ ഒരു അപ്പർ ലിവിങ്ങിന് 7 അടി നീളവും 6 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഇവിടെയായിട്ട് ചെറിയൊരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സ്റ്റെയർ കയറി വരുമ്പോൾ ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ടാണ് സ്റ്റഡി ടേബിൾ വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 14.5 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഇത് സൗത്ത് സൈഡാണ്. സൗത്തിലേക്ക് ഒരു 2 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു വാൾ ടെക്സ്ചർ പെയിൻറ് നൽകി മനോഹരമായി ചെയ്തിരിക്കുന്നു. ഇത് വെസ്റ്റ് സൈഡാണ്. വെസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് യൂണിറ്റും വാൾഡ്രോബും വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. താഴത്തെ നിലയിലെ ബാത്റൂം പോലെ തന്നെ ഈ ഒരു ബാത്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയ ബാത്റൂം തന്നെയാണ്. സെറയുടെ ഫിറ്റിംഗ്സാണ് ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുള്ളത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 11.5 അടിയിലേറെ നീളവും 9.5 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഇത് നോർത്ത് സൈഡാണ്. നോർത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു വാൾ ടെക്സ്ചർ പെയിൻറ് നൽകി മനോഹരമായി ചെയ്തിരിക്കുന്നു. ഇത് ഈസ്റ്റ് സൈഡാണ്. ഈസ്റ്റിലേക്ക് ഒരു 2 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ നൽകിയ ഈ ഒരു ബെഡ്റൂമിൻ്റെ വാൾഡ്രോബ് ഈ ഒരു കോർണറിലായിട്ടാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റ് ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൽ നിന്നാണ് നമ്മൾ ബാൽക്കണിയിലേക്ക് വരുന്നത്. 13 അടി നീളവും 4 അടി വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. സീലിംഗ് വർക്കുകളൊക്കെ നൽകിയ ഈ ഒരു ബാൽക്കണിക്ക് ഇനി ഹാൻഡ് റെയിലിൻ്റെ വർക്ക് കൂടി കംപ്ലീറ്റ് ആവാനുണ്ട്.
ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. 13 അടിയോളം നീളവും 8 അടി വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഒരു വാഷ് ബേസിൻ കൂടി നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ബസ് റൂട്ടിലേക്ക് 400 മീറ്റർ, പൂക്കാട്ടുപടിയിലേക്ക് 1.8 കിലോമീറ്റർ, സമരട്ടൻ ഹോസ്പിറ്റലിലേക്ക് 3.7 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 5.3 കിലോമീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 5.5 കിലോമീറ്റർ, ഇൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 5.2 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 6.9 കിലോമീറ്റർ, ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 7.8 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 11 കിലോമീറ്റർ, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 16 കിലോമീറ്റർ, കലൂർ സ്റ്റേഡിയത്തിലേക്ക് 18 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 3 സെൻറ്റ് 180 ലിങ്സ് സ്ഥലത്ത് 1400 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 60 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.